അടിയന്തരാവസ്ഥ കഴിഞ്ഞ ഘട്ടം വന്നപ്പോൾ RSസുമായിട്ട് പരസ്പരം ചേർന്നില്ലേ? അത്ര കണ്ടാൽ മതി. 1925 ചേർന്നില്ലെന്ന് ഇപ്പൊ പറഞ്ഞാൽ വലിയ വിവാദമാവും. ചേർന്നിട്ടുണ്ടായിരുന്നു. എന്ത് വിവാദം വരാൻ? അല്ല, ഉള്ള സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ വിവാദമായി പോകും. ഞങ്ങൾക്കൊരു ഭയവുമില്ല, തെല്ല് ഭയവുമില്ല. വെറുതെ ഒരു പ്രസ്താവന ഇന്നലെ ഇങ്ങനെ ഇറക്കും. ഇത് നേരത്തെ ശ്രീ പിണറായി വിജയനും പറഞ്ഞിട്ടുണ്ട്. ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പ് എന്താണ് ഈ പഴയ സൗഹൃദത്തെ പറ്റി CPM ഓർക്കാൻ കാര്യം? നമ്മൾ വേർപിരിഞ്ഞെങ്കിലും, ഇടയ്ക്ക് വേർപിരിഞ്ഞെങ്കിലും പണ്ട് നമ്മൾ വലിയ കൂട്ടുകാരായിരുന്നു, നമ്മൾ ഒരുമിച്ചായിരുന്നു എന്ന ഒരു പ്രണയിനിയുടെ പ്രണയാർദ്രമായ അപേക്ഷ പോലെ ഇപ്പോൾ സഹായിക്കണം എന്നുള്ളൊരു അപേക്ഷയാണ്. ഇത് RSSന്റെയും BJPയുടെയും സഹായത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രണയാർദ്രമായ ഒരു ഓർമ്മപ്പെടുത്തലാണ് യഥാർത്ഥത്തിൽ ഇപ്പൊ നടന്നിരിക്കും. നമ്മളും തമ്മിൽ ഒരുമിച്ച് നിന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്നലെ ഇത് പറയേണ്ട ആവശ്യമുണ്ട്. മനഃപൂർവ്വമായിട്ട് പറഞ്ഞാണ്. അവിടെ ഇവരെല്ലാം, ഇവരുടെ ഈ കൂട്ടുകെട്ടിനെ എല്ലാവരെയും ഞങ്ങൾ പരാജയപ്പെടുത്തും. ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട, ഒരു സംശയം വേണ്ട. നമസ്കാരം. കൊട്ടിക്കലാശം കഴിഞ്ഞ ഉടനെ വലിയൊരു ബോംബാണ് പൊട്ടിച്ചത് ഗോവിന്ദൻ. RSSുമായി ഞങ്ങൾക്ക് ബന്ധമുണ്ടായിരുന്നു, അതിൽ യാതൊരു സംശയവുമില്ല, ഞങ്ങൾ തുറന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഉടനെ വന്നു PD സതീശൻ്റെ മറുപടി. അത് സത്യമാണ്. പണ്ട് പ്രണയം നടത്തിയ ആള് പ്രണയാദ്രതയോട് കൂടിയിട്ട് വീണ്ടും സഹായം അഭ്യർത്ഥിച്ചു വന്നതാണ്. അത് മറക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചുകൊണ്ട് VD സതീശൻ്റെ പ്രസ്താവനയും വന്നു. നമുക്ക് രണ്ടും ഇപ്പോൾ ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ RSSും CPMും തമ്മിലുള്ള ബന്ധം? യഥാർത്ഥത്തിൽ RSS അതേപോലെ CPMുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഒരു വർഗശത്രുക്കളാണ് എന്നൊക്കെ നമ്മൾ കരുതും. എന്നാൽ അത് കള്ളമാണെന്ന് ഞാൻ പഠിച്ചത് പിണറായി വിജയൻ്റെ കേസുകൾ വന്നപ്പോഴാണ്. അതായത് ലാവ്ലിംഗ് കേസ്, സ്വർണ്ണക്കള്ളക്കടത്ത് കേസ്, ഡോളർ കേസ്, അതേപോലെ കരിമണൽ കർത്തായുടെ കേസ്, അതുപോലെ തന്നെയുള്ള ലൈഫ് മിഷൻ തട്ടിപ്പ്, AI ക്യാമറ തുടങ്ങി നിരന്തരമായിട്ട് പിണറായി വിജയൻ തട്ടിപ്പ് നടത്തുകയും വിദേശത്ത് ഏകദേശം 25,000 കോടി രൂപയുടെ കള്ളപ്പണ നിക്ഷേപം ഉണ്ടാകുകയും ചെയ്തിട്ടും പിണറായി വിജയനെ തൊടാതെ സംരക്ഷിക്കുന്ന ആരാണ്? നരേന്ദ്രമോദിയും അതേപോലെ അമിത്ഷായുമാണ്. അതിന് ഏറ്റവും വലിയ തെളിവാണ് ഞാൻ തന്നെ. കാരണം ലാവ്ലിംഗ് കേസ് ഞാനാണ് പുറത്തു കൊണ്ടുവന്നത്. അതിൽ 200 കോടി രൂപ കൃത്യമായ ഇടപാടിലൂടെ പിണറായി വിജയൻ തട്ടിയെടുത്തിട്ടുണ്ട്. അതോടൊപ്പം മലബാർ ക്യാൻസർ സെൻ്ററിൻ്റെ പണം 98.3 കോടി രൂപയിൽ 75 കോടി രൂപ ഭാര്യ കമല കമലയുടെ പേരിൽ കമല ഇൻ്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനിയുടെ സിംഗപ്പൂർ അക്കൗണ്ടിലേക്കാണ് ലാവ്ലിംഗ് കമ്പനി അയച്ചിട്ടുള്ളത്. ഇതിൻ്റെ രേഖകളാണ് നമ്മുടെ റിയാസ്, ഇപ്പോഴത്തെ മരുമകൻ, അന്നത്തെ ഗുണ്ട, മകളെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കേണ്ടി വന്ന ഒരു അച്ഛൻ്റെ ഗതികേട് ബ്ലാക്ക് മെയിൽ ചെയ്ത്, അതായത് ക്രൈമിൻ്റെ ഓഫീസിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ രേഖകൾ വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടാണ് ഈ പിതാവ് മരുമകന് കല്യാണം കഴിപ്പിച്ച് കൊടുക്കേണ്ടി വന്നത്. എന്തെങ്കിലും ആവട്ടെ, അത് അവരുടെ സ്വകാര്യത, നമ്മൾക്ക് അതിനൊന്നും താല്പര്യമില്ല. പക്ഷേ ക്രൈമിൻ്റെ ഓഫീസ് കത്തിച്ചത് എന്തിനാണ്? ഇത്തരം കാര്യങ്ങൾ എടുത്തു കൊണ്ടുപോകാനാണ്. അങ്ങനെയുള്ള ഇവരെ സംരക്ഷിക്കുന്ന ആരാണ്? ഈ BJPയും RSSുമാണ്. 2014 ഈ കേസ് തിരുവനന്തപുരം കോടതിയിൽ വരുന്നത്. അതായത് BJP ഗവൺമെൻറ് ഡൽഹിയിൽ വന്ന ഉടൻ തന്നെ പിണറായി വിജയനുമായി ധാരണയായി. അങ്ങനെ തിരുവനന്തപുരം കോടതിയിൽ, CBI കോടതിയിൽ ലാവ്ലിംഗ് കേസിൽ പ്രതിയായ പിണറായി വിജയൻ ഒഴിവാക്കണമെന്നൊരു പെറ്റീഷൻ കൊടുക്കുന്നു, ഡിസ്ചാർജ് പെറ്റീഷൻ കൊടുക്കുന്നു. അവിടുത്തെ പ്രോസിക്യൂട്ടറെ മാറ്റുന്നു. പിണറായിക്ക് ആവശ്യക്കാരനായ ഒരു കൂടെ നിൽക്കുന്ന ഒരു ആളെ കൂടെ നിയമിക്കുന്നു കേന്ദ്ര ഗവൺമെൻറ്, BJP. അങ്ങനെ സതീഷ് എന്ന് പറയുന്ന പ്രോസിക്യൂട്ടർ വന്നതോടുകൂടി കേസ് അട്ടിമറിച്ചു. അതുപോലെ ഹൈക്കോടതിയിലും ഇതുപോലെ തന്നെയായിരുന്നു. ഇപ്പോൾ സുപ്രീം കോടതിയിൽ 8 വർഷമായി CBI പ്രോസിക്യൂട്ടർ അമിത്ഷായുടെ വലങ്കൈ പറയുന്നത്, തുഷാർ മേത്ത പറയുന്നത്, ഞങ്ങൾക്ക് സമയമില്ല, കാരണം ഞങ്ങൾക്ക് അദ്ദേഹത്തെ സംരക്ഷിക്കേണ്ടതുണ്ട് എന്നാണ് സുപ്രീം കോടതി പറയുന്നത്. 8 വർഷമായി നീണ്ടുപോയ ഒരു കേസും ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുപോലെയാണ് നമുക്കറിയാം ഡോളർ കടത്ത് കേസ്, സ്വർണ്ണക്കള്ളക്കടത്ത് കേസ്, അതേപോലെ കരിമണൽ കർത്തായുടെ കരിമണൽ കേസ്. അദ്ദേഹത്തെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടാണ് കോടിക്കണക്കിന് രൂപ പിണറായി വിജയൻ അടിച്ചെടുത്തിരിക്കുന്നത്. അതൊക്കെ കൃത്യമായ അധികാരം ഉപയോഗിച്ചിട്ടാണെന്നുള്ള കൃത്യമായ തെളിവുകൾ വന്നു കഴിഞ്ഞു. മകളുടെ പേരിൽ എക്സാലോജിക് എന്ന കമ്പനിയുടെ പേരിൽ കോടികളാണ് തട്ടിയെടുത്തത്. അങ്ങനെയുള്ള പിണറായി വിജയനെ
വേണ്ടി സംരക്ഷിക്കുന്ന നിലപാടിൻ്റെ ഭാഗമാണ് 2021 ഇലക്ഷൻ 67 മണ്ഡലങ്ങളിൽ RSS, കോൺഗ്രസ്, CPM അനുകൂലമായി LDF അനുകൂലമായി വോട്ട് ചെയ്തത്. അങ്ങനെ കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ള പേരിൽ പിണറായി വിജയനെ സംരക്ഷിച്ചതിൻ്റെ പ്രത്യുപകാരമാണ് പല കേസുകളും ഇവിടെ BJPക്ക് എതിരെയുള്ള കേസുകളെല്ലാം ഒതുക്കിയത്. കെ സുരേന്ദ്രനെതിരെയുള്ള കൊടകര കേസ്, അതേപോലെ നമുക്കറിയാം MT രമേശിനെതിരെയുള്ള നമ്മുടെ മെഡിക്കൽ കോഴ കേസ്, അതിലെ V മുരളീധരനെതിരെയുള്ള തട്ടിപ്പ് കേസുകൾ ഇതെല്ലാം തന്നെ ഒതുക്കി. അങ്ങനെ ഒതുക്കുന്നതിന് കാരണം ഇവർ തമ്മിൽ അവിഹിതമായ ബന്ധമാണ്, അലിഖിതമായ ബന്ധമാണ്, വോട്ട് കച്ചവടമാണ്. എവിടെയൊക്കെ ഇലക്ഷൻ വരുമ്പോൾ അവിടെയൊക്കെ വോട്ട് മറക്കലാണ് പണി. അത് തന്നെയാണ് MV ഗോവിന്ദൻ പറഞ്ഞത്. മാതൃഭൂമിയുടെ അഭിലാഷിനോട് നടത്തിയ ഇൻ്റർവ്യൂവിൽ വളരെ കൃത്യമായി പറഞ്ഞു, ഞങ്ങൾക്ക് ഒന്നും മറച്ചു വെക്കാനില്ല, RSSുമായി ഞങ്ങൾ കൂട്ടുകൂടിയിട്ടുണ്ട്, എന്തിന് കള്ളം പറയണം. ഒന്നുകൂടി ആ രണ്ടും അതിന് തിരിച്ചടിയായിട്ട് VD സതീശൻ കൃത്യമായി മറുപടി പറഞ്ഞു. പ്രണയം എന്ന് പറയുന്നത് മുമ്പ് പ്രണയിച്ചവർക്ക് ആ ഓർമ്മ വരുമ്പോൾ ഒന്നുകൂടെ പ്രണയിക്കാനുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ പേരിൽ സൗജന്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പകരാനുള്ള അവസരമുണ്ട്. അത് തന്നെയാണ് അവർ കാണിക്കുന്നത്. പ്രണയാർദ്രമായ ഇതുണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥന, അത് കേൾക്കാതിരിക്കില്ല പ്രണയനിയായ RSS എന്നാണ് VD സതീശൻ പറഞ്ഞത്. ഇതിലപ്പുറത്തേക്ക് ഒരു വിമർശനം ആവശ്യമില്ല. എന്തായാലും നിലമ്പൂരിൽ അവസാനം കൊട്ടിക്കലാശ സമയത്ത് അവിടെ വോട്ട് മറയ്ക്കാൻ വേണ്ടി കാണിച്ച ഈ കാര്യം മുസ്ലിം വോട്ടും ക്രിസ്ത്യൻ വോട്ടും ഒറ്റക്കെട്ടായി UDFിലേക്ക് പോകുന്നു എന്നുള്ള വിവരങ്ങളും കൂടിയാണ് നിലമ്പൂരിൽ നിന്ന് വരുന്നത്. ഇതുവരെയുള്ള പോളിംഗ് പ്രകാരം 18% കഴിഞ്ഞിരിക്കുന്നു. ഈ സമയം വരുമ്പോഴേക്ക്, അതായത് ഇപ്പോൾ സമയം 10:15 ആകുമ്പോഴേക്ക് ഏകദേശം 18% മറികടന്നിരിക്കുന്നു. വൻ പോളിംഗ് ആണ് നിലമ്പൂരിൽ നടക്കുന്നത്. എന്തായാലും രണ്ടാമതൊന്നും കൂടി ഇവരുടെ സംഭാഷണം കേൾക്കാം. അടിയന്തരാവസ്ഥ കഴിഞ്ഞ ഘട്ടം വന്നപ്പോൾ RSസുമായിട്ട് പരസ്പരം ചേർന്നില്ലേ? അത്ര കണ്ടാൽ മതി. 1925 ചേർന്നില്ലെന്ന് ഇപ്പൊ പറഞ്ഞാൽ വലിയ വിവാദമാവും. ചേർന്നിട്ടുണ്ടായിരുന്നു. എന്ത് വിവാദം വരാൻ? അല്ല, ഇവിടെ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ വിവാദമായി പോകും. ഞങ്ങൾക്കൊരു ഭയവുമില്ല, തെല്ല് ഭയവുമില്ല. വെറുതെ ഒരു പ്രസ്താവന ഇന്നലെ ഇങ്ങനെ ഇറക്കും. ഇത് നേരത്തെ പിണറായി വിജയനും പറഞ്ഞിട്ടുണ്ട്. ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പ് എന്താണ് ഈ പഴയ സൗഹൃദത്തെ പറ്റി CPM ഓർക്കാൻ കാര്യം? നമ്മൾ വേർപിരിഞ്ഞെങ്കിലും, ഇടയ്ക്ക് വേർപിരിഞ്ഞെങ്കിലും പണ്ട് നമ്മൾ വലിയ കൂട്ടുകാരായിരുന്നു, നമ്മൾ ഒരുമിച്ചായിരുന്നു എന്ന ഒരു പ്രണയിനിയുടെ പ്രണയാർദ്രമായ അപേക്ഷ പോലെ ഇപ്പോൾ സഹായിക്കണം എന്നുള്ളൊരു അപേക്ഷയാണ്. ഇത് RSSന്റെയും BJPയുടെയും സഹായത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രണയാർദ്രമായ ഒരു ഓർമ്മപ്പെടുത്തലാണ് യഥാർത്ഥത്തിൽ ഇപ്പൊ നടന്നിരിക്കും. നമ്മളും തമ്മിൽ ഒരുമിച്ച് നിന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്നലെ ഇത് പറയേണ്ട ആവശ്യമുണ്ട്. മനഃപൂർവ്വമായിട്ട് പറഞ്ഞാണ്. അവിടെ ഇവരുടെ ഈ കൂട്ടുകെട്ടിനെ എല്ലാവരെയും ഞങ്ങൾ പരാജയപ്പെടുത്തും. ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട, ഒരു സംശയം വേണ്ട.